കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിളിക്കൂട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ആ സമയത്ത് നിധിക്ക് ഒരു ചോദ്യം ചോദിക്കണം തോന്നി. അത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. എന്താ നിധി? അതോ നേരത്തെ ആണെങ്കിൽ എല്ലാവരും കല്യാണം കഴിക്കാൻ വേണ്ടി സുധീഷേനെ താല്പര്യപ്പെടുത്തിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇപ്പം ആരും നോക്കുന്നതുമില്ല, ഒന്നും പറയുന്നതുമില്ല. എന്താ അതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഹരീഷിന് വരെ കല്യാണം ആവാറായി. അതുപോലെ തന്നെ സുധീഷിൻ്റെയും ഒരു രജിസ്റ്റർ മാരേജ് പോലെ കഴിഞ്ഞു. എന്നാലും സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇതുവരെയായിട്ടൊരു പെണ്ണിൻ്റെ കാണാൻ വേണ്ടി പോയെങ്കിലും ഒരു കല്യാണം ശരിയായില്ലല്ലോ, നമുക്കത് ശരിയാക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ നിധി, നമുക്കിനി ഉടനെ തന്നെ വീണ്ടും നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഉടനെ അച്ഛനാണെങ്കിൽ മുറ്റത്ത് ഭാസ്കരൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി നിധി ഇങ്ങനെ പോയി നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. അതോ എനിക്കൊരു കാര്യം പറയാനുണ്ട്, കേൾക്കണം. എന്താ നീ എന്ന് പറയുന്നുണ്ട്. അത് സുഭാഷ് ചേട്ടന് ഒരു കല്യാണം നോക്കണം. നിങ്ങളത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടത് ഒരച്ഛനെന്ന രീതിയിൽ ഒരു കടമയാണ്. അത് നിറവേറ്റേണ്ടത് എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ നോക്കി കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയുക, ഞാൻ മാത്രം നോക്കിയാൽ പോരെ, അവനും കൂടെ ശ്രമിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി രണ്ടുപേരും കണ്ടില്ലേ പ്രേമിച്ചാണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ അവനും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പ്രേമിക്കാൻ പറ്റുമോ? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുഭാഷ് ചേട്ടനാണെങ്കിൽ ഈ വീടിന് വേണ്ടി നല്ലപോലെ കഷ്ടപ്പെടുന്നതാണ്. വീട്ടിലെ ഒരു കാര്യവും ഒന്നും ആരെയും അറിയിക്കുന്നില്ല. സ്വന്തമായിട്ട് ജോലിക്ക് പോയി ആ പൈസയ്ക്ക് അധ്വാനിക്കുക എന്ന് എല്ലാവരും കൂട്ടി വയ്ക്കുന്ന സമയത്ത് പക്ഷേ എല്ലാവർക്കും വേണ്ടി പൈസകൾ ചിലവാക്കി സ്വന്തം കാര്യം പോലും നോക്കുന്നില്ല. അയാൾക്ക് വേണ്ടി ഒരു പെണ്ണിനെ നോക്കിക്കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യമേ കിട്ടുകയുള്ളൂ, ആദ്യം അത് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭാസ്കരൻ പറയുക, ശരി മോളെ, ഞാനാണെങ്കിൽ ഉടനെ എന്നെ നോക്കാം. നീ പറഞ്ഞതല്ലേ, നേരത്തെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവനും ഒരു ചൂടില്ലായിരുന്നു. എന്തായാലും ഇനി നോക്കിക്കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സുധീഷും ഹരീഷും പറയുക, നീതുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ഹരീഷിന്. എത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിനക്ക് എന്താ പറയാനുള്ളത് ഹരീഷേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, ഇതെന്താ ടി വിയുടെ ഇൻ്റർവ്യൂ ആണോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതും പറയാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല, സുഭാഷിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഹരീഷിൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായമൊന്നും പറഞ്ഞ് കളിയൊന്നും ആക്കണ്ട, ഞാൻ കാര്യമോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് അവിടെ വരുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് നിധി പറയുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സുഭാഷിനെ കേൾക്കണം. സുഭാഷിൻ്റെ കല്യാണം അതായിനി നമുക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സമയമാകുമ്പോൾ നടക്കുമല്ലോ, വീണ്ടും എന്തിനാ എപ്പോഴെപ്പോഴും പറയുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അവിടെയാണെങ്കിൽ സുനന്ദ വന്ന് നിൽക്കുന്നത്. കാരണം എന്തായാലും പ്രശ്നങ്ങളെ നടുവിലാണ് ഇപ്പോൾ സുനന്ദയും. നമ്മുടെ വീട്ടിലെ പ്രശ്നത്തിൽ വന്നിടപെട്ട് എന്തുമാത്രം അടി വാങ്ങിച്ചു കാണും അമ്മായിയുടെ കയ്യിലെന്ന്. എന്തായാലും അത് സുഭാഷിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഓരോരോ കാര്യത്തിന് എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ആളല്ലേ ആയിരുന്നോ സുഭാഷ് ചേട്ടൻ. അതിന് നമുക്കൊരു മാറ്റം വരുത്തിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറഞ്ഞു തന്നെ ഒന്നും മനസ്സിലാവില്ല. അല്ല, ചാന്ദിനിയുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത്, ചാന്ദിനി എടുത്ത് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കോ എന്തിഷ്ടം? എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ആരെടുത്ത്. എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എല്ലാത്തിലൊന്നും ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അഥവാ ചാന്ദിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അവൾ ഇവിടുത്തെ വരവും എല്ലാവരുടെ അടുത്തും സംസാരം കണ്ടപ്പോൾ എനിക്കത് തോന്നി. അല്ല എങ്കിൽ നമുക്ക് വേറെ ഒരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് നമുക്ക് നോക്കണം. എന്തായാലും നോക്കി തുടങ്ങിയിട്ടുണ്ട്, ഇനി സുഭാഷേട്ട ഒന്ന് മിണ്ടാതെ നിന്ന് തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നിധി. എന്തായാലും നിങ്ങളിഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ കൂടെ പോയി അടുക്കളയിൽ സുഭാഷിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത്
വീണ്ടും നിധിയെ ഫോൺ ചെയ്യുന്നുണ്ട്. നിധിയുടെ ചേട്ടത്തെ വിളിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് നിധിയടുത്ത് പറയുക, എന്താ നീ കുറേ ദിവസമായല്ലോ ഇങ്ങോട്ട് വിളിച്ചിട്ട്, എന്താ ഞങ്ങളെയൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആരെയും മറന്നിട്ടൊന്നുമില്ല. പിന്നെ എന്താ നിനക്കിപ്പോൾ അവിടെ വന്നേ പിന്നെ എല്ലാവരെയും മറന്നതുപോലെയാണ്, വീട്ടിലേക്ക് പോലും ഒരു കോള് വിളിക്കുന്നില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള അവസ്ഥ എനിക്കറിയാമല്ലോ. വീണ്ടും എന്നെ ആ കുഴിയിൽ കൊണ്ട് ചാടിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ആ സൂര്യ കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാത്തതും. പക്ഷേ അച്ഛൻ വന്ന് പല സമയത്തും എന്നെ വന്ന് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇനി വരില്ല, എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, അതുമാത്രമല്ല എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, ആ വഴിയിൽ പോകാനാണ് എനിക്കാഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ ശരിയാണ്, പക്ഷേ നീ ഇനി ആ വീട്ടിൽ നിന്ന് മാറണം. എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നീ അവിടെ കഴിയുന്നത്, അങ്ങനെ കഴിഞ്ഞിരുന്നയാണോ നീ? അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നു കളയരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മാറേണ്ട വഴി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ മോളെ, എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല, ഞാനാണെങ്കിൽ വെറുതെ ചേട്ടത്തിയുടെ സംസാരിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ തന്നെ വീണ്ടും അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും എടുത്ത് കാപ്പിയൊക്കെ കുടിക്കണം കേട്ടോ, ഞാൻ ജോലിക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഇറങ്ങുകയാണ്. അങ്ങനെ ജോലി സൈറ്റിൽ പോവുകയും അവിടെയാണെങ്കിൽ ചാന്ദിനി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ജോലികളിലും കൂടെ നിന്ന് എല്ലാവരും കറങ്ങി കറങ്ങി നിൽക്കുക. ചാന്ദിനിയുടെ സംസാരവും ആ ഒരു കളിപ്പറിച്ചിലൊക്കെ കേട്ടിട്ട് എല്ലാവരും ജോലിക്കാണോ വന്നോ അതോ അവളായിട്ട് തമാശ പറയാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞെന്ന് കളിയാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാന്ദിനിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് സംസാരിക്കുകയും സുഭാഷ് പറയുക, ഇനി കൂടുതലൊന്നും വർത്തമാനമൊന്നും പറയണ്ട, സ്വന്തം കാര്യം അങ്ങോട്ട് നോക്കിയാൽ മതി, ജോലി ചെയ്യാനാണ് ഇവിടെ വന്നത്, അതിനി ആർക്കും പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നത് കേട്ടിട്ട് ചാന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഒറ്റ തിരിഞ്ഞാണെങ്കിൽ ഒറ്റ പോക്ക. ഇത് കണ്ടിട്ട് സുഭാഷ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിതീഷ് വരുന്നുണ്ട്. നിതീഷ് വന്ന് പറയുക, എന്താ ഇവിടെ ഒരു ബഹളം, ഞാനാണെങ്കിൽ ചേട്ടനെ കാണാനാണ് വന്നത്, എനിക്ക് കോളേജിലേക്ക് കുറച്ച് കാശ് വേണം, എനിക്ക് അത് തരുമാവോ, ഞാൻ വീട്ടിൽ വെച്ച് ചോദിക്കാൻ മറന്നുപോയി, അതിനെന്താ എത്ര രൂപ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ചാന്ദിനി ഇട്ട് സംസാരിക്കുന്നു. ചാന്ദിനിയുടെ അടുത്ത് നികേഷ് പറയുന്നുണ്ട്, എന്താ ചേട്ടൻ്റെ അടുത്ത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, വഴക്കൊന്നും കിട്ടിയായിരുന്നോ, എന്താ ജോലി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ? ഇല്ല, ഞങ്ങളെ ചേട്ടത്തിയായിട്ട് ഒരു ഒഴിവുണ്ട്, അത് അവിടത്തേക്ക് നിന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊന്നും പറഞ്ഞ് ഇപ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ചാന്ദിനി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുക, എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ലല്ലോ, ഒന്നും അറിയണ്ട, നീ ജോലി ചെയ് എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നികേഷ് ഈ കാര്യം പോയി വീട്ടിലേക്ക് പറയുകയാണ്. ഞാനാണെങ്കിൽ അവിടെ പോയപ്പോഴത്തേക്കും ചാന്ദിനിയായിട്ട് ഭയങ്കരമായിട്ട് സംസാരവും ദേഷ്യപ്പെടലൊക്കെ ആയിരുന്നു, പക്ഷേ എന്നെ കണ്ടിട്ടാണോന്നൊന്നും അറിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, ആരും നോക്കിയില്ല എങ്കിലും ചാന്ദിനി കൊള്ളായിരുന്നു, പക്ഷേ സുഭാഷേട്ടനെ ഇഷ്ടപ്പെടുമോ, ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു കുട്ടിയല്ലേ, ജോലിക്ക് വന്നേലേ, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട, എന്തായാലും അച്ഛനൊരാളെ കല്യാണാലോചന കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുക, ഞാൻ പറഞ്ഞ ഉടനെ എന്തായാലും അച്ഛൻ പറഞ്ഞു എന്തായാലും അവൻ്റെ സമയം നോക്കണം, ജാതകം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോത്സ്യനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പോയത്, എന്തായാലും വിളിച്ചുകൊണ്ട് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവർ വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. ആ സമയത്ത് സുഭാഷിൻ്റെ അടുത്ത് പറയുക, നിൻ്റെ ജാതകം നോക്കാനാണ് വന്നത്, എന്തായാലും കല്യാണത്തിൻ്റെ കാര്യം ഒരു തീരുമാനം എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുഭാഷിൻ്റെ ജാതകം നോക്കുന്ന സമയത്ത് ജ്യോത്സ്യം പറയുന്നുണ്ട്, ഈ ജാതകത്തിൽ കല്യാണം കഴിക്കാനും യോഗവുമില്ല, അതുപോലെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ആ കുട്ടി ഇവിടെ വാഴയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ സുഭാഷ് കരയുകയും ചെയ്യുന്നുണ്ട്. ആർക്കും എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ആ സമയത്ത് സുധീഷ് ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇയാൾക്ക് 2 കൊടുത്തെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അപ്പോൾ പറയുക, ഒന്നും മിണ്ടാതിരിക്കുക,